കർണാടകയിലെ ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സർക്കാർ. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകും. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി ചെയ്തു. റഹീസ്, ബെൽത്തങ്ങാടി പോലീസ് ഒരുപാട് തിരോധാനങ്ങളിൽ ഇപ്പോഴും കേസ് പോലും എടുത്തിട്ടില്ല. അവിടെ നിന്നാണ് അങ്ങനെ വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീതിയുടെ പ്രകാശമെന്തി ഇപ്പോൾ ഒരു SIT അന്വേഷണം വരുന്നത്. അന്വേഷണ സംഘത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇനി വരും ദിവസങ്ങളിൽ ഈ കേസിൽ നമ്മൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാം? ശുചീകരണ തൊഴിലാളി പറഞ്ഞതുപോലെ പറയുന്ന ഇടത്ത് കുഴിച്ചെടുത്ത് തെളിവുകളടക്കം പുറത്തെടുത്ത് നീതി തേടുന്നവർക്ക് നീതി ഉറപ്പാക്കൽ നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. റഹീസ്, സുഹൈൽ, നിലവിൽ എന്തായാലും അത്തരത്തിലൊരു പ്രതീക്ഷയുടെ വെട്ടം വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം വലിയൊരു പ്രകാശമായി മാറും, അത് സത്യത്തിനെ തുറന്നു കാണിക്കാൻ ആ ഇരുണ്ട ഭൂമിയിൽ മുഴുവൻ വെളിച്ചം വീശാൻ കഴിയുമോ എന്നുള്ളതൊന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ അതിനൊക്കെയും അപ്പുറം എന്തായാലും ഇപ്പോൾ ഒരു SIT ടീം രൂപീകരിച്ചിരിക്കുന്നു. അത് ഏറ്റവും വലിയ പ്രതിരോധത്തിന്റെ പടുകുഴിയിലേക്ക് സർക്കാർ അടക്കം വീഴുന്നതിന് തൊട്ട് മുൻപ് അവർ ഒരു SIT ടീമിനെ എന്തായാലും രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണം എവിടെ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ നിലവിൽ എന്തായാലും സിദ്ധരാമയ്യ സർക്കാരിന് സാധിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘത്തിനെ രൂപീകരിക്കുന്നത് വഴി കുറെ വിമർശനങ്ങൾക്കൊക്കെ തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിനെ പറ്റി പറയുകയാണെങ്കിൽ DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണ സംഘം ഉണ്ടാകുക. അതിൽ IG MN അനുച്ഛേദ്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവർ ഈ ഒരു സംഘത്തിൽ ഭാഗമാകും. അങ്ങനെ 4 പേർ ചേർന്നാകും ഈ കേസ് അന്വേഷിക്കുക. ഇതിൽ ഈ പ്രണബ് മൊഹന്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഈ ശുചീകരണ തൊഴിലാളിക്കും ഒപ്പം തന്നെ അതിനോട് സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആക്ഷൻ കമ്മിറ്റിക്കും ഒക്കെ വളരെ നല്ല അഭിപ്രായമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ഒപ്പം തന്നെ മറ്റ് ഈ കേസിൽ സത്യം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെയും പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണമെന്നാണ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രണബ് മൊഹന്തി ഈ സംഘത്തിൽ ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാകുമെന്നാണ് കരുതുന്നത്. കൃത്യമായ നല്ല ട്രാക്ക് റെക്കോർഡോടുള്ള സത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം എന്നാണ് അവിടെ ചെന്നപ്പോൾ പലരും നമ്മളോട് പറഞ്ഞത്. കാരണം പല SIT അന്വേഷണങ്ങളും ഇവർ കണ്ടിട്ടുള്ളതാണ്, പല തരത്തിലുള്ള അന്വേഷണം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു നീക്കുപോക്കും ഉണ്ടാവുകയോ അല്ലെങ്കിൽ സത്യം തെളിയുകയോ ഉണ്ടായിട്ടില്ല, ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. പല കേസുകളും തള്ളിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CBI അടക്കം വന്നിട്ടും ഒന്നും കാട്ടിക്കൂട്ടാൻ കഴിയാത്ത ഒരു കേസിൽ ഒരു SIT സംഘത്തെ രൂപീകരിക്കുമ്പോൾ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. വർഷങ്ങൾക്കിപ്പുറം അതൊരു കേസായി മാറുന്നു, അവിടെ ഒരു കൃത്യമായ അന്വേഷണം നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നലെങ്കിലും ജനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ നടത്തിപ്പ് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം നൂറുകണക്കിന് മൃതദേഹങ്ങളെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എക്സ്കവേറ്റ് ചെയ്തെടുക്കുക, അത് DNA പരിശോധന നടത്തുക എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ടുള്ളതാണ്. അതിന് സാങ്കേതികമായ പല തടസ്സങ്ങളുമുണ്ട്, മെഡിക്കൽ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്ര കണ്ട് ഈ പരിശോധന മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴും അനന്യ ഭട്ടിനെ പോലെയുള്ള അവരുടെ അമ്മമാർ അവിടെ കാത്തിരിപ്പുണ്ട്. അവർ ഒരു എല്ലിൻ കഷ്ടമെങ്കിലും മകളുടേത് കിട്ടണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ ഒരു കേസ് വലിയൊരു പ്രതീക്ഷയാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഇവരെന്തായാലും ഇനി പൊളിറ്റിക്കൽ പ്രഷർ ഇല്ലാതെ, ആ സ്ഥലത്തെ വാഴുന്ന ജന്മിയുടെ പ്രഷർ ഇല്ലാതെ എന്തായാലും ഈ കേസ് അന്വേഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുഹൈൽ.